നമസ്കാരം, SPC ഇവന്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ലാവണ്യ സുരേന്ദ്രൻ. ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ 2025 പുഷ്പമേളയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നേക്ക് രണ്ടാം ദിവസമായിട്ട് നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ്പങ്ങളുടെ വലിയ ഒരു പാടശേഖരം തന്നെയാണ് നമ്മൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബോൺസായി വൃക്ഷങ്ങളുടെ ഒരു വൻ ശേഖരണം തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ആ വൃക്ഷത്തിന്റെ പേരും അതുപോലെ അതിന്റെ ഇയറും താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം, താന്റെ പേരെന്താണ്? ഓക്കെ, ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് 2025 പുഷ്പമേളയിൽ എത്തിയിരിക്കുന്നത്. എന്തെല്ലാം ഇനങ്ങളാണ് നമ്മൾക്കായി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്? ഈ പ്രാവശ്യത്തെ പുഷ്പമേളയിൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൊണ്ടുവന്നിരിക്കുന്ന പലതരം പാമ്പുകളുണ്ട്, പനകളുടെ ശേഖരം, പിന്നെ മുളകൾ എത്ര ഇനങ്ങളുണ്ട്? നമ്മൾക്ക് സാധാരണയായിട്ട് ഒന്നോ രണ്ടോ അറിയത്തുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ ഒത്തിരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മുളകൾ കൊണ്ടുവന്നിട്ടുണ്ട്. കല്ലമുള, ബുഷ് ബാമ്പുകള്, അങ്ങനെ പലതരം വെറൈറ്റീസ് മുളകൾ കൊണ്ടിട്ടുണ്ട്. എന്താണ് ഈ നാൽപ്പാമരം? നാൽപ്പാമരത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. നാൽപ്പാമരങ്ങൾ എന്ന് പറഞ്ഞാൽ 4 മരങ്ങൾ ചേർന്നാണ്. അതായത് പൈക്കസത്തിന് വിട്ട 4 മരങ്ങൾ ചേർന്നാണ്. അതിനകത്ത് ഒരെണ്ണമാണ് ഈ ഫസ്റ്റ് 4 മരങ്ങളിൽ ആദ്യത്തെ ഇരിക്കുന്നത് ഇത്തി എന്ന് പറയുന്ന ഇത്തി പൈക്കസ് മൈക്രോകാർപ്പ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. പൈക്കസ് മൈക്രോകാർപ്പ. രണ്ടാമതിരിക്കുന്ന അത്തിയാണ്. ഇതിന് പേരാണ് പൈക്കസ് റെസിനോസ എന്നാണ് സയന്റിഫിക് നെയിം. ഇത് നമ്മുടെ നോർമലായിട്ട് അരയാൽ എന്ന് പറയുന്ന സാധനമല്ല, അരയാൽ എന്ന് പറയുന്നത്. അതായത് പൈക്കസ് റെലിനോസ എന്ന് പറയുന്നത് സയന്റിഫിക് നെയിം വരുന്നു. ഇത് പേരാല്, പൈക്കസ് ബംഗാളിയൻസിസ് എന്ന് പറയുന്നത് ഈ സാധനം. ഈ 4 കൂടെ ചേർന്ന് ഒരു ഔഷധക്കൂട്ട് പോലെയുള്ള സാധനം ഉണ്ടാക്കുന്നുണ്ട്, നാൽപ്പാമരം എന്ന് പറയുന്നത്. അതെ, അതിന് പ്രയോജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പാമരം ചേർത്ത് പൊളിപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അമ്മമാർ കുടിക്കുകയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗർഭകാലത്ത് ഉണ്ടാകുന്ന സ്കെച്ച് മാർക്കുകളൊക്കെ മാറുന്നുണ്ട്. അതുപോലെ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ പണ്ടോട്ട് തന്നെ നമ്മളൊരു ഏൻഷ്യന്റ് ആയിട്ടുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു വെറൈറ്റി വൃക്ഷമായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് ഈ വൃക്ഷത്തിന്റെ ഒരു പ്രത്യേകത? അതെ, നമ്മുടെ സ്റ്റാളിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു പ്ലാന്റ് ആണിത്. ഇതിന്റെ പേരാണ് കൃഷ്ണനാൽ എന്ന് പറയും. സയന്റിഫിക് നെയിം പൈക്കസ് കൃഷ്ണ എന്ന് തന്നെ അറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഭഗവാന് കൃഷ്ണത്തിൽ ബാല്യകാലത്ത് വെണ്ണ കട്ടുപിടിക്കാൻ ഉപയോഗിച്ചിട്ടിരുന്ന ഇതിന്റെ ഈ കുമ്പിൾ ഷേപ്പിലുള്ള ഇല കൊണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഷേപ്പ് കണ്ട് ലീഫിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്, ലീഫിന്റെ മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ കുമ്പിൾ പോലെയുള്ള ലീഫ് വെച്ചായിരുന്നു ഇതിന്റെ വെണ്ണ കട്ടുപിടിച്ചോണ്ടിരുന്നത്. അതിൽ നിന്നാണ് ഇതിന് ഈ പൈക്കസ് കൃഷ്ണ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കൃഷ്ണനാൽ എന്ന് പേര് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാന്റ് ചെയ്തത് 85 പ്ലാന്റ് ചെയ്തതാണ്. അതായത് ഓൾമോസ്റ്റ് ഇപ്പം 40 വർഷമായി. ഓ ശരി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. തിരുവല്ലയിലെ ഓൺലൈൻ ചാനലുകളുടെ കൂട്ടായ്മയായ മീഡിയ ക്ലബ്ബ് ഇത്തവണ പുഷ്പമേളയ്ക്ക് ഞങ്ങളങ്ങ് കൈ അയച്ച് സഹായിക്കാമെന്ന് ഞങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. പുഷ്പമേളയുടെ പാസ് മീഡിയ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ ഓഫീസിന്റെ ചാർജുള്ള ശ്രീ റോഷൻ ശർമ്മ, മീഡിയ ക്ലബിന്റെ രക്ഷാധികാരിയായിരിക്കുന്ന SPC പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ശ്രീ സഞ്ജു ശിവന് അത് കൈമാറുന്നു. എല്ലാവിധ ആശംസകളും പുഷ്പമേളയ്ക്ക് ഞങ്ങളുടെ വഴിയിൽ നൽകുന്നു. തിരുവല്ലയിലെ ഓരോ വീട്ടമ്മമാരുടെയും ഹൃദയത്തിൽ പതിഞ്ഞ വിശ്വാസം വിഷയത്തിന്റെ കായകാല മത്സ്യങ്ങളുടെ കലവറ ഉളനാട് മാർത്തോമ ചർച്ചിലെ മെമ്പേഴ്സ് ആണ് ഇവരെല്ലാം. പുഷ്പമേള കാണുന്നതിന് വേണ്ടി ഒരു ബസ് നിറച്ച് ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് ഇപ്പൊ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
തുടങ്ങി രണ്ടാം ദിവസവും ആയപ്പോൾ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ക്രൗഡാണ് അനുഭവപ്പെടുന്നത്. പുഷ്പമേളയിൽ വിവിധ മോഡലുകളിലുള്ള ചെരുപ്പിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. നല്ല രീതിയിലുള്ള തിരക്കാണ് ഈ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ എല്ലാ ഷോപ്പിലും നല്ല രീതിയിലുള്ള ക്രൗഡ് അനുഭവപ്പെടുന്നുണ്ട്. പുഷ്പമേളയുടെ രണ്ടാം ദിവസമായ ഇന്ന് എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട് നിങ്ങളുടെ കച്ചവടം? നന്നായിട്ടുണ്ട്, നല്ല തിരക്കുണ്ട്. ഓക്കെ. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടി വരുമെന്ന് തന്നെയാണ് മാഡത്തിന്റെ അഭിപ്രായം? അതെ, സാധാരണ ഇവിടെ ചെയ്യാറുള്ളതാ. കഴിഞ്ഞ പുഷ്പമേളയും ചെയ്തിട്ടുള്ളത്. പേരെന്താ? പ്രീതി എന്നാണ് പേര്. വാമിക എന്ന ബ്രാൻഡാണ്, ഓൺലൈൻ സ്റ്റോറാണ് നമ്മുടെ. ഓക്കെ. മിലൻ സോളാർ ഹെഡ് ഓഫീസ് ചങ്ങനാശ്ശേരിയിലാണ്. എങ്ങനെയുണ്ട്? ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് പുഷ്പമേള തുടങ്ങിയിട്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ക്രൗഡായി വരുന്നതേ ഉള്ളൂ. ഒരു ഈവനിങ് ആകുമ്പോഴാണ് ആളുകൾ കൂടുതൽ വന്നു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എൻക്വയറീസ് ഒക്കെ കുറച്ച് വന്നു തുടങ്ങി. അത് ശരി. നമ്മൾ നാളെയാണ് പ്രതീക്ഷ. സൺഡേ കൂടുതൽ ആളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ. ഓക്കെ. എന്തൊക്കെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. ശരി. നല്ല വിലക്കുറവിൽ തുണി ശേഖരങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ കാണാം. പഴയകാല മിഠായികൾ, കമനീയമായ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ കാണുന്നത്. CCTV വീടുകളിൽ അതുപോലെ ഓഫീസുകളിൽ വെച്ചിരിക്കുന്നവർ ഇനി പേടിക്കണ്ട, കറണ്ട് പോയാലും പേടിക്കണ്ട. CCTV സോളാറിൽ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടോടുകൂടി റിയൽ ടെക് പുഷ്പമേളയിലുണ്ട്. ഊതും അത്തറും ഈ ഏരിയയിൽ വരുമ്പോൾ തന്നെ നമ്മളെ അങ്ങ് മണപ്പിച്ചാണ് വിടുന്നത്. എന്തൊരു നല്ല മണമാ ഇവിടെ. എന്താ പേര്? താങ്കളുടെ പേര്? ബൈജു. ഒരു ചമ്മലുണ്ടല്ലോ പറയുന്നതിന്. അല്ല, എവിടെയാ സ്ഥലം? കൊട്ടാരക്കര. ഓക്കെ. എങ്ങനെയുണ്ട്? ആണ് തിരുവല്ലക്കാരുടെ ഇടയിൽ എല്ലാ വർഷവും ചെയ്യുന്ന. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ നല്ല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇവിടെ വരുന്നത്. ഓക്കെ. നമ്മൾ ഈ കാണുന്നത് വാട്ടർ പ്യൂരിഫയർ ആണ്. വളരെ വില കുറച്ച്, വില സഹായത്തിൽ നമ്മുടെ ഈ ചേട്ടൻ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് അദ്ദേഹം കൊടുക്കുന്നത്. നമുക്കിവിടെ ഒരു ചെറിയ ബോർഡ് കാണാം. 5 എണ്ണം 200 രൂപ. നല്ല അടിപൊളി കളക്ഷൻ ആണ്. എങ്ങനെയുണ്ട് സെയില്? കുഴപ്പമില്ല. അത്യാവശ്യം ബ്ലഡ് പ്രഷർ, ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യാനായുള്ള സംവിധാനം ഇവിടെയുണ്ട്. പേരെന്താ ചേച്ചി? ജിൻസി. ഓക്കെ. എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ? ഓക്കെ. നല്ല വിശാലമായ ഒരു ഫുഡ് കോർട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം വരും ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കൂടിക്കൊണ്ട് ഇരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട്.